സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏത് പേപ്പറിലാണെന്നറിയാമോ? ഹാൻഡ് മെയ്ഡ് പേപ്പറിലല്ല, നമ്മുടെ സാധാരണ ഐവറി ഷീറ്റിലാണ്. ഞാൻ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഐവറി ഷീറ്റിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതുപോലുള്ള ചിത്രങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ചെറിയ ചിത്രങ്ങൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത ചിത്രം ഞാൻ ഇവിടെ കോർണറിൽ ചേർക്കാം. ജസ്റ്റ് റൂൾ ഓഫ് തേർഡ് എല്ലാം നോക്കി അല്പം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ ചെറുതായി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വളരെ ലൈറ്റായി തന്നെ സ്കെച്ച് ചെയ്യുന്നു. ഐവറി ഷീറ്റിൽ സ്കെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഡാർക്കായി സ്കെച്ച് ചെയ്താൽ മായ്ക്കുമ്പോൾ പാടുകളുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ എറേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കൂടുതൽ എറേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കെച്ചിങ് വളരെ സ്മൂത്തായി ചെയ്യാൻ കഴിയുന്നില്ല. സ്കെച്ചിങ് എല്ലാം വളരെ സ്പീഡായി കാണിക്കാം. പ്രധാന ഭാഗമാണ് നമ്മളിപ്പോൾ സ്കെച്ച് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടുതൽ ശ്രദ്ധിക്കാതെ അവിടെയുള്ള മലനിരകളെല്ലാം ജസ്റ്റ് കുറച്ച് ലൈനുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയാണ്. അതിൻ്റെ പെർസ്പെക്റ്റീവ് എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പെർസ്പെക്റ്റീവിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന രീതിയും ഇരിക്കുന്ന രീതിയും എല്ലാം നമ്മൾ പെർസ്പെക്റ്റീവ് എല്ലാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കണ്ണിന് അഭിമുഖമായി തന്നെ ആവണം പേപ്പർ വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ അങ്ങനെയല്ലായിരുന്നു വെച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, ക്ഷമിക്കുക. ഇവിടെ ജസ്റ്റ് 2 സ്വാമികളെ അവിടെ ആഡ് ചെയ്യുകയാണ്. എല്ലാ ചിത്രത്തിലും ഒരു ജീവനുള്ള ഒബ്ജക്റ്റിനെങ്കിലും ആഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ജസ്റ്റ് പഠനം തന്നെയാണ് അതും. ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്മൂത്ത് പേപ്പറാണ്. സൂം ചെയ്ത് കാണിക്കുന്നു. ആദ്യം ഉപയോഗിച്ചത് ഗ്രേ കളറാണ്. സാബ് ഗ്രീനും വയലറ്റും ഉപയോഗിച്ച, എന്നാൽ സാബ് ഗ്രീൻ കൂടുതലുള്ള നിറമാണ്. ഒപ്പം തന്നെ പ്രഷ്യൻ ബ്ലൂ ഉപയോഗിച്ചു. അവിടെ നിഴൽ വരുന്ന ഭാഗമാണ്, വെളിച്ചം വീഴാത്ത ഭാഗമാണ്. മുകളിൽ നിന്നാണ് വെളിച്ചം. ഇവിടെ ഇടതു നിന്ന് വലത്തോട്ടാണ് വെളിച്ചം വരുന്നത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തും റൂഫിൻ്റെ ഭാഗം ഹൈലൈറ്റ് വിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കെട്ടുണ്ട് റെഡ് കളറുള്ള, അത് ചേർത്തു. ഇനിയുള്ള ഭാഗം ചളി പിടിച്ചതും നമ്മളുടെ പരുക്കൻ കല്ലുകളും പിന്നെ അതിന് മുകളിൽ പിടിച്ച പച്ചപ്പും പൂപ്പലും എല്ലാമാണ് വരയ്ക്കുന്നത്. അതിനായി തന്നെ ബാക്ക്ഗ്രൗണ്ടും വളരെ ഗ്രേ കളറാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന റിയൽ കളറുകളാണ്. റിയൽ കളറുകൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വൈബ്രൻറ്റ് കളറുകളല്ല ഉപയോഗിക്കുന്നത്, മിക്സ് ചെയ്തെടുത്ത കളറുകളാണ്. കൂടുതലുള്ള വെള്ളത്തെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ബ്രഷ് ഉപയോഗിച്ച് പിക്ക് ചെയ്തെടുക്കണം. വലതുഭാഗത്തേക്ക് കൂടുതൽ വെളിച്ചം വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വയലറ്റ്, ഗ്രേ തുടങ്ങിയ നിറങ്ങൾ ചേർക്കുന്നു. ബ്ലൂ ചേർക്കുന്ന ഭാഗവും കാണാം. ഇനി അടുത്ത ലെയറിൽ നമ്മൾ കൂടുതൽ ഈ ഭാഗം ഡാർക്കാക്കും. അവിടെ ഒരു കൊടിയുണ്ട് ഓറഞ്ച് നിറത്തിലുള്ള, അത് വിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ലെയറിൽ നമ്മൾ പരുക്കനായ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അടുത്ത ലെയറിൽ നമ്മൾ ലൈനുകളെല്ലാം ഇട്ട് കല്ലിൻ്റെ പടവുകളുടെയും പരുക്കൻ ഭാഗങ്ങളെല്ലാം ചേർക്കും. കുറച്ച് വൈബ്രൻ്റായ ബ്രൗൺ നിറം അവിടെ ചേർത്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ അല്പം കൂടി വയലറ്റ് കൂടി അതിന് മുകളിൽ ചേർത്തപ്പോൾ അത് ഗ്രേ ആയി മിക്സായി വരുന്നത് കാണാം. റിഗർ ബ്രഷ് കൊണ്ട് അതിൻ്റെ എഡ്ജ് പാറകളുടെയും മറ്റും ഭാഗങ്ങൾ അതുപോലെ എഡ്ജായി നിർത്തി ഒരു മിനിമൽ പെയിൻറ്റിങ് രീതി തന്നെയാണ് ഇവിടെയും ഞാൻ തുടരുന്നത്. താഴെ കുറച്ച് വെള്ളം കൊണ്ട് പരത്തിയെടുത്തു. അതിലേക്ക് മുകളിലുള്ള നിറത്തെ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാം. ഇനി താഴെയുള്ള ഭാഗം അത് തന്നെ റിയൽ കളേഴ്സ് എന്ന ആ ഒരു തീമിലേക്ക് പോവുകയാണ്. ഇതുവരെ ഞാൻ എങ്ങനെ റിയൽ കളറിലുള്ള പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, വൈബ്രൻറ്റ് കളർ ഉപയോഗിച്ച് ഡയറക്റ്റ് പെയിൻറ്റിങ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്യാറ്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ അങ്ങനെയല്ല. എല്ലാം നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുകയാണ്. നമുക്കറിയാത്തതല്ല, നമ്മൾ ചെയ്തു നോക്കാത്തത് കൊണ്ട് നമുക്ക് സംഭവിക്കാതെ പോകുന്നതാണ് പലതും. ഇവിടെ 2 റെഡ് കളറുകളുണ്ട്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന പൂക്കളുടെയോ അതോ മറ്റ് അലങ്കാര വസ്തുക്കളുടെയോ നിറമാണ്. അതിൻ്റെ നിറം താഴെയുള്ള റിഫ്ലക്ഷൻ കൂടി അവിടെ ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബ്ലൂ കൂടി ചേർക്കുന്നു. ആ 2 മനുഷ്യർക്ക് അവർ കാവ്യ വസ്ത്രം കൊടുത്തിരിക്കുന്നതിൽ ഓറഞ്ച് നിറങ്ങളാണ് ചേർത്തത്. അവരെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇടയിലുള്ള ഭാഗം വാഷ് ചെയ്യുന്നു. ആദ്യം ചെയ്ത് ഓറഞ്ചിലേക്ക് കയറിപ്പോകാതെ 2 നിറങ്ങൾക്കും ഇടയിൽ അല്പം ഹൈലൈറ്റ് വിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഫ്ലാറ്റ് ബ്രഷ് കൊണ്ടാണ് ഇതുവരെ ചെയ്തത്. താഴെയുള്ള കല്ലുരിച്ച ആ പാത
ആ ഒരു നിലം ഞാൻ ജസ്റ്റ് സ്ട്രോക്കുകൾ ഉപയോഗിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ്. ജസ്റ്റ് 2-3 സ്ട്രോക്കുകൾ അവിടെ ഇട്ട് അവസാനിപ്പിക്കുന്നു. ഇനിയുള്ള ഭാഗമാണ് മക്കളെ കളി. വെള്ളത്തിൻ്റെ ഒരു കളി, വെള്ളം കളി നടക്കാൻ പോകുന്നതാണ്. ശ്രദ്ധിച്ച് കണ്ടോളുക. വളരെ നല്ല വെള്ളം പിക്ക് ചെയ്യുന്ന മോ ബ്രഷ് അല്ല, നമ്മളുടെ നാച്ചുറൽ ഹെയർ ബ്രഷ് എടുത്ത് ആദ്യം വെള്ളം നനച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാം കൂടുതൽ ദൂരെയുള്ള ഭാഗമാണ്, സ്കൈയും കൂടുതൽ ദൂരെയുള്ള ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നനച്ച് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നന്നായി ബ്ലൂ മിക്സ് ചെയ്തെടുത്ത്, ബ്ലൂ അല്പം ക്രിംസൺ റെഡുമായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനൊപ്പം തന്നെ ഡയറക്റ്റായി ബ്ലൂ ചേർത്തു. മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങി നിന്ന് കാണാം. ഈ ഒരു പേപ്പർ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഒഴുക്കിൻ്റെ ശക്തി വളരെ കൂടുതലാവും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാനിത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. കൂടുതലായ വെള്ളങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നു. വീണ്ടും മുകളിൽ കളർ തേക്കുന്നു, അതും താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് കാണാം. ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. കൂടുതൽ പാണ്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പേടിയില്ലാതെയും. ഇവിടെ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുക്കുന്നു. കൂടുതലായി താഴെ ഒലിച്ചിറങ്ങുന്ന ആ നിറത്തെ ഒപ്പിയെടുക്കുന്നു. എന്നാൽ ഇത് ഒപ്പിയെടുക്കുന്നത് ഒലിച്ചിറങ്ങുന്നത് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, മേഘത്തിൻ്റെ ഭാഗം കൂടി അവിടെ ചേർക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് വൈറ്റ് കളർ അവിടെ നമുക്ക് കിട്ടി. അതിന് താഴെ കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം, ഒപ്പിയെടുത്ത ഭാഗം വിട്ടതിന് ശേഷം വീണ്ടും ബ്ലൂ ചേർക്കുന്നു. താഴെയുള്ള പരിക്കൻ ഭാഗത്ത് സ്പ്രേ ചേർക്കുന്നു, അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ലെയറിലേക്ക് കിടക്കുകയാണ്. അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക്. നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ധൈര്യം കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാമല്ലേ? വലതു ഭാഗത്ത് കൂടുതൽ ബ്ലൂ ചേർത്തു. കട്ടിയിലാണ് ചേർത്തത്. ഉണങ്ങിയ ഭാഗത്തും ചേർക്കുന്നുണ്ട്, നനഞ്ഞ ഭാഗത്തും ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാബ് ഗ്രീനും അതിനൊപ്പം ലെമൺ യെല്ലോയും മിക്സ് ചെയ്ത് ആ ബ്ലൂയിൽ മിക്സ് ചെയ്യുന്നു. അല്പം വയലറ്റും ഉണ്ട്. അങ്ങനെ ഒരു ഗ്രേ നിറങ്ങളാണ് ചേർക്കുന്നത്. വയലറ്റിൽ സാബ് ഗ്രീനും ലെമൺ യെല്ലോയും ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒറിജിനൽ നിറങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കൂടുതൽ ഡാർക്ക് നിറങ്ങൾ. റിഗർ ബ്രഷ് എടുത്ത് ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ഉണങ്ങുന്നതിന് മുമ്പാണ് ചേർക്കുന്നത്. അത് തന്നെ പരന്നു വരുന്നത് കാണാം. കൂടുതൽ ചരിച്ചല്ല ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. കൂടുതൽ ചരിച്ച് വയ്ക്കുകയെങ്കിൽ കൂടുതൽ താഴേക്ക് ഒഴുകി വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പരത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ മുകളിൽ നിന്ന് സാബ് ഗ്രീൻ വാഷ് ചെയ്തു. അതിനൊപ്പം അല്പം വയലറ്റ് കൂടി മിക്സ് ചെയ്യുന്നു. സാബ് ഗ്രീൻ മാത്രമാണ് അല്പം ഡയറക്റ്റായി, സാബ് ഗ്രീനും ഓറഞ്ചും മാത്രമാണ് ഡയറക്റ്റായി ഞാനിവിടെ ഉപയോഗിച്ചത്. ബാക്കിയെല്ലാം മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അല്പം പീനസ് ഗ്രേ ഉപയോഗിച്ച് സാബ് ഗ്രീനിന് മുകളിൽ ചേർക്കുമ്പോൾ അത് ഒരു ഗ്രേ ആയി മാറുന്നു. ഗ്രീനിൻ്റെ ഗ്രേ നിറമായി മാറുന്നു. ഈ ഒരു മെയിൻ ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഡാർക്കാക്കി ചെയ്യുമ്പോൾ ആ മെയിൻ ഒബ്ജക്റ്റ് നന്നായി തെളിഞ്ഞു കാണുകയും ശ്രദ്ധ അവിടേക്ക് തിരിയുകയും ചെയ്യും. റിഗർ ബ്രഷ് കൊണ്ട് ജസ്റ്റ് പരുക്കനായി കറ വരച്ചിരിക്കുകയാണ്. കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ഇത്തരത്തിലൊരു വർക്കാണ് ചെയ്യാൻ ഇഷ്ടം. കാരണം കാഴ്ചക്കാർ കുറച്ച് ചിന്തിക്കണം. അവർ ചിന്തിച്ച് പലതും മെനഞ്ഞെടുക്കണം എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. ഇനി ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഹൈപ്പർ റിയലിസ്റ്റിക് വീഡിയോ കൂടി ചെയ്യാം വാട്ടർ കളറിൽ. അതിന് നല്ല പേപ്പർ എനിക്ക് കിട്ടണം. നല്ല പേപ്പർ കിട്ടിയാൽ തീർച്ചയായും ഞാനത് ചെയ്യുന്നതായിരിക്കും. ഇവിടെ രണ്ടാമത്തെ ലെയർ തുടങ്ങിക്കഴിഞ്ഞു. മുകളിലുള്ള ആദ്യം വാഷ് ചെയ്ത ബ്ലൂ നിറത്തിൻ്റെ അവിടെ നമ്മളുടെ ഗ്രില്ല്, അവിടെ ഒരു ഗ്രില്ല് പോലെ എന്തോ ഉണ്ട്, അത് നിർത്തി ബാക്കി ഭാഗം വാഷ് ചെയ്യണം. ഹൈലൈറ്റും വരുന്നുണ്ട്. ഹൈലൈറ്റിൻ്റെ മുകളിലേക്കാണ് ആ വിൻഡോ പോലുള്ള ഭാഗം നിർത്തുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം ഡാർക്ക് നിറം ഉപയോഗിക്കുന്ന നിറം പീനസ് ഗ്രേയും അല്പം വയലറ്റും മിക്സ് ചെയ്തിട്ടാണ്. വയലറ്റ് എന്ന് പറയുമ്പോൾ പീനസ് ഗ്രേയും ക്രിംസൺ റെഡും മിക്സ് ചെയ്താൽ നമുക്ക് ലഭിക്കും. ഹൈലൈറ്റുള്ള ഭാഗത്തുള്ള ഓടിൻ്റെ ഭാഗമോ എന്തോ അവിടെ കുറച്ച് ഡോട്ടുകളിട്ട് വേർതിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ 2D ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ചേർക്കുമ്പോൾ കൂടുതൽ 2D ആയി അത് ഫീൽ ചെയ്യും. ചെറിയ ചെറിയ ലൈനുകളിട്ട് പടവുകളെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വലതു ഭാഗത്താണ് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നത്. അതായത് അവിടേക്ക് വെളിച്ചം വീഴുന്നില്ല. ഇവിടെയും നമ്മൾ ചേർക്കുന്നതെല്ലാം ആ പടവിന് മുകളിൽ വീണ പച്ചപ്പും പരുക്കൻ കല്ലിൻ്റെ ഭാഗവും എല്ലാമാണ്. ജസ്റ്റ് ഡോട്ടുകളിട്ട് ചെറിയ ചെറിയ ചെടികൾ മുളച്ച് നിൽക്കുന്നതെല്ലാം നമ്മൾ കാണിക്കുന്നു. ഇനി ഹൈലൈറ്റ് വിട്ടുന്ന ഭാഗത്ത് ആദ്യം 2 മെയിൻ ലൈനുകൾ വരച്ചു. അതിനുശേഷം സാബ് ഗ്രീൻ ഉപയോഗിച്ച് ആ പൂപ്പൽ കയറി നിൽക്കുന്ന മഴക്കാലത്ത് പിടിക്കുന്ന ചെതുമ്പൽ വരയ്ക്കുകയാണ്. ഹൈലൈറ്റുള്ള ഭാഗത്തും ചെതുമ്പൽ പിടിച്ചിട്ടുണ്ട്. കല്ലിൻ്റെ മുകളിലെല്ലാം പിടിച്ച് ചെതുമ്പൽ വരച്ചെടുക്കുകയാണ്. താഴേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. അവിടെ കൂടുതൽ കല്ലാണ്. എല്ലാ ഭാഗത്തും ഒരേ നിറമല്ല ഉപയോഗിക്കുന്നത്.
ആ സാബ് ഗ്രീൻ അല്പം പീനസ് ഗ്രേ ഉപയോഗിച്ച് ഗ്രേ ആക്കിയാണ് ഉപയോഗിക്കുന്നത്. റിയൽ കളറുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കാണ് ആ കൊടിയുടെ ഭാഗം വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അതിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. വൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവസാനം നമുക്ക് കൊടി വരച്ചെടുക്കാം, അല്ലെങ്കിൽ കൊടിയുടെ ആ ഒരു തടി, ആ ഒരു വടി നമുക്ക് വരച്ചെടുക്കാൻ അവസാന ലെയറിൽ നമുക്ക് ഉപയോഗിക്കും. പക്ഷേ നമ്മളിവിടെ വൈറ്റ് ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൾക്കാരുടെ പുറകുവശവും കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. അവിടെ കുറേ കല്ലുകളും എല്ലാമാണ് ഉള്ളത്. അതിനെല്ലാം ജസ്റ്റ് റഫായി ചേർക്കുന്നു. മെയിനായ ഒബ്ജക്റ്റായ ആ ക്ഷേത്രത്തിനെ കൂടുതൽ ഡീറ്റെയിൽ ആയി ചേർക്കുന്നു. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പെർസ്പെക്റ്റീവ് തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പെർസ്പെക്റ്റീവും താഴെയുള്ള ക്ഷേത്രത്തോട് അനുബന്ധമായ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവും എല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്. റൂഫിന് മുകളിലുള്ള പരുക്കൻ ഭാഗങ്ങളെല്ലാം ചേർക്കുന്നു. എല്ലാം കല്ലുകൊണ്ട് പടുത്തെടുത്തതാണ് കൊണ്ട് ലൈനുകൾ ചേർക്കുന്നതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വൈബ്രൻ്റായ ഓറഞ്ച്, ഗാംബോജ തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അവിടെ മാത്രം അല്പം പൂക്കളോ അലങ്കാരങ്ങളോ ഉള്ളത് കുറച്ച് ഓറഞ്ചായി ചേർക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗമെല്ലാം റിയൽ കളറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ചെയ്ത റെഡ് നിറം അല്പം മങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഈ യെല്ലോ നിറവും കുറച്ച് മങ്ങിപ്പോവും. ക്ഷേത്രത്തിൻ്റെ ഉൾവശം ഡാർക്കായി ചെയ്യുന്നു. അപ്പോൾ ആ താഴെയുള്ള രണ്ട് റൂഫുകൾക്കും 2D ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു. താഴെയുള്ള ഗ്രില്ല് പോലുള്ള കല്ല് പതിച്ച ഭാഗം കൂടുതൽ ഡീറ്റെയിൽ ആക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്ത് അവരെ കുറച്ചുകൂടി ക്ലിയർ ആക്കുന്നു. താഴെയുള്ള കല്ല് പതിച്ച ഭാഗം ജസ്റ്റ് ഇതുപോലെ ഷേപ്പുകൾ വരച്ച്, ഇതും പെർസ്പെക്റ്റീവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെർസ്പെക്റ്റീവ് തെറ്റിപ്പോവും. കൂടുതൽ കല്ലുകളെ പുറത്തേക്ക് നീട്ടി വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. എൻ്റെ രീതി ഇങ്ങനെ പരുക്കൻ ചെയ്യുന്ന രീതിയായതിനാൽ നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാം. തുടക്കക്കാർക്ക് പലപ്പോഴും ഇത് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയും. ആ വൈറ്റ് ഭാഗം വിട്ട കൊടിയുടെ ഭാഗത്ത് കൂടുതൽ ഓറഞ്ച്, റെഡ് നിറങ്ങൾ ചേർക്കുന്നു. കൂടാതെ ആദ്യം റെഡ് വാഷ് ചെയ്ത ഭാഗത്തും കൂടുതൽ ഡീറ്റെയിലുകൾ ചേർക്കുന്നു. അവിടെ നടന്നു പോകുന്ന രണ്ട് സ്വാമിമാർക്കുള്ള ഭാഗത്ത് അവിടെയും ഓറഞ്ച് നിറങ്ങൾ ചേർത്ത് അവരെ കൂടുതൽ വൈബ്രൻ്റ് ആക്കുന്നു. മലയുടെ ഭാഗത്ത് കൂടുതൽ പാറയുടെ വിള്ളലുകളും അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് തന്നെ ചേർക്കുകയാണ് ലൈനുകൾ. ആദ്യം ചെയ്ത സാബ്ഗ്രീന് മുകളിലൂടെ കൂടുതൽ ഡീറ്റെയിലുകൾ ചേർക്കുന്നു. ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥയും നനഞ്ഞ ഒരു ഫീലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഡാർക്ക് നിറവും വയലറ്റും സാബ്ഗ്രീനും മിക്സ് ചെയ്തെല്ലാം ചേർക്കുന്നത്. സ്പ്രേ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൂടുതൽ ഡോട്ടുകളിട്ട് ചെടികളുടെയും മരങ്ങളുടെയും എല്ലാം ദൂരെ കാണുന്ന ഡീറ്റെയിലുകൾ ചേർക്കുന്നു. എന്നാൽ കറക്റ്റായി അല്ല ചേർക്കുന്നത്, നമുക്കൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറുഭാഗത്തേക്കും നമ്മൾ ആ ഒരു ചെടിയുടെ ഭാഗങ്ങളും മരങ്ങളുടെ ഭാഗങ്ങളും ചേർക്കുന്നുണ്ട്. അവിടെ നമുക്ക് പരുക്കനാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ആ ഒഴുക്ക് മാത്രം ഫീൽ ചെയ്യിക്കുകയാണ്, ആ ഒരു മലയുടെ ഒഴുക്ക്. ഇവിടെ ഞാൻ പരുക്കൻ ബ്രഷ് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം പുറത്തേക്ക് പോയി, അത് ഒപ്പിയെടുക്കാൻ പോലും പറ്റുന്നില്ല. തുടച്ച് നോക്കി ഏത് രീതിയിലും അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു അത്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ അത് തന്നെയാണ് ഡിലീറ്റ് ചെയ്യാതെ ഇവിടെ ഞാൻ വെച്ചത്. കൂടെ ദൂരെയുള്ള ആ ഭാഗം പീനസ് ഗ്രേയും അല്പം സാബ്ഗ്രീൻ മിക്സ് ചെയ്ത് വരച്ച് ചേർക്കുന്നു. ആദ്യം പീനസ് ഗ്രേ വെച്ചു, അല്പം വയലറ്റും വെച്ചിട്ടുണ്ട്. ഇനിയാണ് സാബ്ഗ്രീൻ അല്പം ഒറ്റിക്കുന്നതാണ് ബ്ലൂവിൻ്റെ കൂടെ. അപ്പോൾ അവിടെ ദൂരെ ഏതോ ഒരു പച്ചക്കളർ മാതിരി നമുക്ക് തോന്നും, ദൂരെയുള്ള ഒരു ചെടികളുടെ പച്ചക്കളർ. എന്നാൽ കൂടുതൽ പച്ചക്കളർ ഇല്ലതാനും. ഇനി നമ്മൾ അടുത്ത ലെയറിലേക്ക് കിടക്കുകയാണ്. അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ലെയർ. സ്വാമിമാരെ ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കി, ബാക്കിയുള്ള ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കി, ഷാഡോകൾ കുറച്ചുകൂടി ചേർത്തു, മെയിൻ ക്ഷേത്രത്തിൻ്റെ ഡാർക്ക്നെസ് ഒന്നുകൂടി ചേർത്തു. അങ്ങനെ ഈ ഒരു ലെയർ കൂടി അവസാനിച്ചാൽ ഈ ഒരു പെയിൻറ്റിങ് അവസാനിച്ചു.
ഇത് ഏകദേശം 1 മണിക്കൂർ എടുത്ത ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടി ചെറുതാക്കി ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ടി ഞാൻ റിയൽ ടൈം വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങളതിനെനിക്ക് ചെറിയ ഒരു സഹായം ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്